നമസ്കാരം. നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പവർ ഓഫ് അറ്റോർണി ചെയ്തിട്ടുണ്ടാവും. അതായത് നാട്ടിൽ നമ്മളിവിടെ ഫിസിക്കലി ആണ് നാട്ടിലുള്ള നമ്മുടെ സിബ്ലിങ്സിനെയോ അല്ലെ പേരൻസിനെയോ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ അല്ലെ വിൽക്കുന്നതിന് വേണ്ടിയോ അതുമല്ലെങ്കിൽ ഒരു ബാങ്ക് ലോണിന് വേണ്ടിയിട്ടോ കൂടാതെ ഏതെങ്കിലും ഒരു കേസ് നടത്തുന്നതിനോ ഒക്കെ ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ പവർ ഓഫ് അറ്റോർണി? പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഓതറൈസ് ചെയ്യുകയാണ്. സാധാരണ രീതിയിൽ സിബ്ലിങ്സ് അല്ലെ പേരൻസിനെ നാട്ടിൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫിസിക്കലി അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒന്നെങ്കിൽ സോളിസിറ്റർ വഴിയോ അല്ലെങ്കിൽ ഒരു നോട്ടറി വഴിയോ ചില ട്രാൻസാക്ഷൻസ് ചിലപ്പോൾ നമ്മൾ എംബസി വഴി ചെയ്യേണ്ടതായിട്ടും വരും. അതാണ് സാധാരണ പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. പക്ഷേ എത്ര പേര് ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി അല്ലെങ്കിൽ LPA ചെയ്തിട്ടുണ്ട്? LPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ മെൻ്റൽ ഇൻകപ്പാസിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻകപ്പാസിറ്റി വന്നാൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെ നമ്മളുടെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്താൻ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കി നടത്താൻ ഉള്ള അവകാശങ്ങൾ കൊടുക്കുന്നതിനെയാണ് ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ക്ലയൻറ്റ് വന്നു. അവരുടെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റായി, കോമ സ്റ്റേജിലായി. നല്ല ഹെൽത്തി ആയിട്ടിരുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ ഒരു കോമ സ്റ്റേജ് വന്ന് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഹസ്ബൻഡിൻ്റെ ഡിസിഷൻ എടുക്കാവുന്ന ഒരു മെൻ്റൽ കപ്പാസിറ്റിയിലല്ല ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിനാരിയോ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് LPAയുടെ പ്രസക്തി അല്ലെങ്കിൽ ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണിയുടെ പ്രസക്തി വരുന്നത്. അപ്പം വൈഫിന് ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഫിനാൻഷ്യൽ കാര്യത്തിലാണെങ്കിലും മെഡിക്കൽ കാര്യത്തിലാണെങ്കിലും. പിന്നീട് അവർക്കുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന കോർട്ട് ഓഫ് പ്രൊട്ടക്ഷനിൽ ഓർഡറിന് പോകാമെന്നുള്ളത് അത് കുറേ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, അതുപോലെ എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ്. നമുക്കൊരു പാല് തീർന്ന് നമുക്ക് ടെസ്റ്റ് പോയി മേടിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി, അതുപോലെ തന്നെ വിൽപത്രങ്ങൾ, അതുപോലെ തന്നെ ട്രസ്റ്റ്, ഇതെല്ലാം നമ്മൾ ചെയ്തു വെക്കുന്നതായിരിക്കും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 2023-24 കാലയളവിൽ 7.5 ബില്യനാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് ആയിട്ട് UK ഗവൺമെൻറ് കളക്ട് ചെയ്തിരിക്കുന്നത്. 40% ടാക്സ് ഓൺ പ്രോപ്പർട്ടി. അതായത് മില്യണേഴ്സ് ഒന്നും UK ഇൻഹെറിറ്റൻസ് ടാക്സ് അടയ്ക്കുന്നില്ല എന്ന് പറയാം. ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത് 40% ടാക്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് എസ്റ്റേറ്റ് പ്ലാനിങ് ചെയ്യും. അതായത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ അത് ട്രസ്റ്റിലാക്കി വെക്കുക, അതുപോലെ തന്നെ പ്രോപ്പർട്ടി ട്രസ്റ്റിലാക്കി വെക്കുക, വിൽപത്രങ്ങൾ എഴുതുക, ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി നമ്മൾ ട്രസ്റ്റിലാക്കി വെച്ച് കഴിഞ്ഞാൽ 7 വർഷം ഈ ആക്കി വെക്കുന്ന ആൾ ജീവിച്ചിരിക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിലും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ടാപ്പർ റിലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് റിലീഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെയൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുക, എന്നിട്ട് 3-4 വീടും മേടിച്ച്, പക്ഷെ നമ്മൾ ഒരിക്കലും മേക്ക് ഷുവർ ചെയ്യുന്നില്ല ഇത് കറക്റ്റായിട്ട് ഉള്ള ആൾക്കാരുടെ ഇത് എത്തുന്നുണ്ട്. അതായത് നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ സ്വത്ത് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്നില്ല. നമ്മൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, വേറെ വീടുകൾ മേടിക്കുന്നു, സ്വത്തുകൾ കൂട്ടുന്നു, പക്ഷേ നമ്മൾ കംപ്ലൈൻ്റ് അല്ല ഒട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റിംഗ് പവർ ഓഫ് അറ്റോർണി, വില്ല്, ട്രസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതായിരിക്കും എപ്പോഴും ഒരു നല്ല പ്രാക്ടീസ് എന്ന് പറയാം. ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഇമെയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ്.